ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ബസ് ഇറങ്ങി അപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അയക്കൂ ഹാപ്പി 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 അല്ലേ? നല്ല ഇരുട്ടാണ്. റോഡ് സൈഡിൽ നിന്ന് വലിയ വലിയ വെളിച്ചങ്ങളൊന്നുമില്ല. കാരണം ഇതാ ഐഗുവിനെ ഇരുട്ടത്ത് കാണണം. ഐഗുവിനെ ബസ്സിൽ നിന്ന് നല്ലൊരു ഉറക്കമുറങ്ങി. ബസ് തമ്മിൽ നല്ലൊരു മത്സരമായതുകൊണ്ട് ഐഗു ഒന്നും അറിഞ്ഞില്ല. ഐഗു ഒരു വലിയ ബ്രേക്കിനാണ് ഐഗു അറിഞ്ഞത്. ഇത് നീട്ടത് തന്നെ. ഷൂട്ടാൻ തീർന്നു. ഹലോ തൃശ്ശൂർ, നമ്മുടെ തൃശ്ശൂര്. അതിലും നമ്മുടെ തൃശ്ശൂരാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഐഗൂസ് വ്ലോഗ്. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ടാണ്. ഞങ്ങൾ ദുബായിൽ ഒരുമിച്ചുണ്ടായിരുന്നു. നിതീഷിന്റെയും ജീജയുടെയും വീട്ടിലേക്ക് പോകണം. ഞങ്ങൾക്ക് ഐഗുവിന്റെ ഫ്രണ്ടാണ് സാത്തു. ഞങ്ങൾ സാത്തുവിനെ കാണാൻ പോവാണ്. അപ്പോൾ തൃശ്ശൂരാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 10:30 വരുന്ന ട്രെയിന് അമൃത എക്സ്പ്രസ് വരുന്നത് നൈറ്റാണ്. എറണാകുളത്തെ ഇഷ്യൂ കാരണം ഒറ്റപ്പാലത്ത് പിടിച്ചിട്ടിരിക്കാന്നൊക്കെ കേട്ടത്. അപ്പോൾ അത് വരുന്നത് 11:30. ഇപ്പോൾ കാണിക്കുന്നത് 11, 1 മണിക്കൂറും 10 മിനിറ്റും ലേറ്റ് ഐഗുവിനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇനി എത്ര ലേറ്റ് ആവുമെന്ന് അറിയില്ല. 5:45 തിരുവനന്തപുരത്ത് എത്തും. റൂമൊക്കെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ അവിടെ എത്തിയിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങൾ. എന്തായാലും ഇപ്പോൾ കട്ട വെയിറ്റിംഗ് ആണ്. ഐഗുത എൻജോയ് ചെയ്യാണ് ഇവിടെ നടന്നിട്ട്. ലാസ്റ്റ് ഞങ്ങളുടെ ട്രെയിന് 22 രൂപൻ്റെ വെളിച്ചം തന്നെ കാരണം ഇല്ല. എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയില്ലേ? ഇനിയിപ്പോൾ ട്രെയിനിൽ പോരാറായെന്നാണ് പറഞ്ഞത്. വരുന്ന പ്രതീക്ഷിക്കുന്നു ഇപ്പൊ തന്നെ. എവിടേക്കാ? മനസ്സിലായി. ട്രെയിനിലൊക്കെ കയറി സീറ്റൊക്കെ സെറ്റായി. ഞങ്ങൾക്ക് സൈഡ് സീറ്റ് കിട്ടുന്ന സുഖമായി. അതുപോലെ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി ട്രെയിനിൽ. ഞങ്ങൾ കരയോന്നൊക്കെ പേടിച്ചെങ്കിലും അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒറ്റയ്ക്ക് അവളെ കളിക്കുന്നുണ്ട്. ഓരോന്നൊക്കെ പിടിച്ച് കളിക്കുന്നുണ്ട് അവിടെ. ഞങ്ങൾക്ക് സീറ്റ് വേറെ വേറെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരാളോട് പറഞ്ഞിട്ട് മാറി അഗേട്ട സീറ്റ് അങ്ങോട്ട് കൊണ്ട് ചേഞ്ച് ചെയ്തു. അതുകൊണ്ട് ഒരുമിച്ച് ലോങ് സീറ്റ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് സുഖമായി. ഐഗുവിന് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അഗേൻ്റെ അങ്ങോട്ട് പോകാൻ നല്ല സുഖമായി. അങ്ങനെ ഐഗുവിൻ്റെ ഫസ്റ്റത്തെ ട്രെയിൻ യാത്രയാണത്. ഇവൾ ആദ്യമായിട്ടാണ് ട്രെയിനിൽ. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവളുടെ ഹാപ്പി ആയിരുന്നു അവൾ. വീട്ടിൽ നിന്നാണെങ്കിൽ അച്ഛൻ്റെ അമ്മ എല്ലാവർക്കും ടെൻഷനായിരുന്നു ഐഗുവിനെ വെച്ചിട്ട് എങ്ങനെയായിരുന്നു. പക്ഷെ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മളിത് അവിടെ എത്തി, ട്രിവാൻഡ്രം എത്തി ഇറങ്ങി. അങ്ങനെ ഐഗു ഉറങ്ങി. ഐഗു ട്രെയിനിൽ ഇറങ്ങിയതൊന്നും അറിഞ്ഞില്ല. ഐഗു ഉറങ്ങി. നമ്മൾ 5 മണിയാകുമ്പോൾ തന്നെ എത്തി. 5:20 എത്തേണ്ടത് 5 മണിക്ക് തന്നെ എത്തി കേട്ടോ. അപ്പോൾ നേരെ ഇനി റൂമിലേക്ക് പോവുകയാണ്. നമ്മൾ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ നേരത്തെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവസാനം തിരുവനന്തപുരം എത്തി. ഇതാ ഞങ്ങൾ മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റൂം. അങ്ങനെ റൂമിൽ കയറി. ഇതാ ഇതിൽ ഉറങ്ങിയിരുന്ന പെണ്ണിതാ നീട്ടു 1 മണിക്കാണ് ഉറങ്ങുന്നത്. 1 മണി കഴിഞ്ഞു. 1 മണി കഴിഞ്ഞിട്ട് ഉറങ്ങുന്നത്. എന്നിട്ട് ആ ട്രെയിനിൽ അങ്ങനെ കിടന്ന് ഉറങ്ങിയതാണ്. ഇപ്പം റൂമിലെത്തിയതും ആളെ നീട്ടിരിക്കുകയാണ്.
അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ കഴിക്കാൻ ഇറങ്ങും. കഴിച്ചിട്ട് അങ്ങനെ പിന്നെ പുറത്തുള്ള വിശേഷങ്ങൾ. മൊത്തം ഇരുട്ടാണ്. ഇതാണ് ഞങ്ങളെടുത്ത റൂം. അപ്പോൾ ഞങ്ങളങ്ങനെ റെഡിയായി ജയജൻ നിതീഷിൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇനി പോകണ വയ്ക്കൊന്ന് ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് നേരെ ബസ് പിടിക്കണം. ചെറിയ അല്ലെങ്കിൽ മറ്റേ മറ്റേ വാട്സപ്പ് ചെയ്ത് നിതീഷും വാട്സപ്പ് ചെയ്തിട്ടുണ്ട്, ചേച്ചി വാട്സപ്പ് ചെയ്ത് അതിൻ്റെ പേര്. അപ്പൊ അങ്ങനെ KSRTC സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ നേരെ ജയജൻ നിതീഷിന്റെ സാത്തുനെ കാണാൻ പോണേ ഞങ്ങള്. അങ്ങനെ ഞങ്ങൾ ജീജയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. എത്തിയിട്ട് ഐഗുന് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സാത്തുവിനും ഐഗും കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അങ്ങനെ നിതീഷേട്ടൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ സാത്തു ഐഗും കൂടിയിട്ട് ഇടയ്ക്ക് ഐഗുവിൻ്റെ കയ്യിൽ നിന്ന് സാത്തുവിന് ഒരു അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ സാത്തു പാവം ഒന്നും ചെയ്യാതെ നിൽക്കുന്നുണ്ട്. രണ്ടാളും സെറ്റായി, ഇടയ്ക്ക് രണ്ടാളും കളിക്കുന്നുണ്ട്. അതുപോലെ ഐഗുൻ്റെ ഒക്കെ തിരിക്കുന്നുണ്ട്. അവിടെ എല്ലാവരോടും വർത്താനം പറഞ്ഞു. ജീജയുടെ അച്ഛനോടും അമ്മോടും എല്ലാവരോടും വർത്താനം പറയുകയാണ്. അമ്മ ഐഗുനെ എടുക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് പോയി. അവിടെ ഒരു ശാർക്കര ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു എക്സിബിഷൻ പോലെ അവിടെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ കുറച്ച് സെൽഫിയും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ തിരിച്ച് റൂമിലേക്ക് വന്നു.